ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നത് ഈ വർഷത്തെ 344 ദിവസം, ഈ വർഷത്തെ 10ാമത്തെ ദിവസം. ഇന്നത്തെ ധ്യാന വിഷയം അനുസരണ ഉള്ള തലമുറയെ എങ്ങനെ വാർത്ത് എടുക്കാം. അനുസരണ ഉള്ള തലമുറയെ എങ്ങനെ വാർത്ത് എടുക്കാം. ഇന്ന് നാം സ്കൂൾ ജീവിതവും ഓരോ ഭവനത്തിലെ കുഞ്ഞുങ്ങളുടെ വളർത്തലും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാറില്ല, അവരെ വഴക്ക് പറയാറില്ല. അതിനുശേഷം അവർ സ്കൂളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ അവരെ ഒരു അധ്യാപകർക്കും ശിക്ഷിക്കാൻ അവകാശമില്ല. അങ്ങനെയുള്ള നിയമം പോലും കൂടെ ഉണ്ടായിരിക്കുന്ന ഈ കാലത്ത് എങ്ങനെ കുഞ്ഞുങ്ങളെ അനുസരണയുള്ള കുഞ്ഞുങ്ങളായി വളർത്തിയെടുക്കുവാൻ സാധിക്കും? അവർക്ക് സഹിഷ്ണുത എന്ന് പറയുന്ന ഒരു ശക്തി അവരിൽ ഇല്ല. അവർക്ക് ആർക്കും ഒരു പെയിനും എടുക്കാൻ, അതായത് യാതൊരു വിധ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ അവർക്ക് ശേഷിയില്ലാത്ത ഒരു തലമുറയാണ് ഇന്ന് നാം എടുത്തിരിക്കുന്നത്. അതിന് കാരണം ഭവനമാണ്. നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഭവനത്തിൽ ആണ് ആദ്യമേ ഒരു അനുസരണം ഉള്ള കുഞ്ഞിനെ വളർത്തിയെടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടത് അവന് ചൊല്ലും ചോറും കൂടിയാണ് കൊടുക്കേണ്ടത്. ചോറ് മാത്രമല്ല കൊടുക്കേണ്ടത് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം വിശുദ്ധ വേദപുസ്തകം നോക്കുമ്പോൾ സദൃശ്യവാക്യം 13-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു. വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു. അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ചൊല്ലും ചോറും കൂടി കൊടുത്ത് ഏത് വീട്ടിൽ വളർത്തുന്നുവോ ആ കുഞ്ഞ് അനുസരണ ഉള്ള ഒരു കുഞ്ഞായി വളർന്നു വരും. അനുസരണ ഉള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കും. എന്നാൽ ഇന്നത്തെ കാലത്ത് നാം കാണുന്നത് എന്താണ്? കുഞ്ഞുങ്ങളെ ഒരു വിഷമവും അറിയിക്കാതെ, അവരുടെ വീട്ടിൽ എന്താണ് യഥാർത്ഥ പ്രോബ്ലമെന്ന് ഉള്ളത് അറിയിക്കാതെ, അവരെന്ത് തന്നെ ആഗ്രഹിച്ചാലും എന്ത് തന്നെ ചോദിച്ചാലും അതൊക്കെയും സാധിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ. അവരെത്ര മുട്ടിയാലും, കടം വാങ്ങിയായാലും, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തായാലും, വീട് വിറ്റിട്ടാണെങ്കിലും അവർ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവർ. എന്നാൽ അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ പിന്നീട് ആ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ എത്തിക്കുന്നതായാണ് ഏതാനും ചില വർഷങ്ങൾ കൊണ്ട് നാം കണ്ടുവരുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നാം അവരെ യഥാർത്ഥത്തിൽ ശിക്ഷണത്തോടുകൂടി വളർത്തുകയും അധ്യാപകർക്ക് അവരെ ശിക്ഷിക്കുന്നതിനുള്ള അനുവാദം കൊടുക്കുകയും ഒരു കാര്യം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്രകാരം അവർ ചെയ്യുന്നതിന് തയ്യാറാകുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് നാം വളർത്തിയെടുക്കേണ്ടത്. അതായത് അവർക്ക് വീട്ടിലെ വിഷമങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അവരെ വളർത്തണം. അതുപോലെ തന്നെ അവർക്ക് ഒരു ഡിസിപ്ലിൻ, ഒരു എന്താണ് അതിന് നമ്മൾ പറയേണ്ടത്, ഒരു ഉത്തരവാദിത്വം അവർക്ക് കൊടുത്തുവെങ്കിൽ മാത്രമേ അവർക്ക് നല്ല ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് മാതാപിതാക്കളിൽ ഒരു ഡിസിപ്ലിൻ ഉള്ള വ്യക്തി ആയിരിക്കണം. ആ ഡിസിപ്ലിൻ വീട്ടിൽ പ്രാവർത്തികമാകണമെന്നുണ്ടെങ്കിൽ 2 നേരം പ്രാർത്ഥിക്കുകയും വീട്ടിൽ വേദപുസ്തകം വായിക്കുകയും ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും സമയത്ത് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും അതോടൊപ്പം തന്നെ വീട്ടിലെപ്പോഴും ഒരു പോസിറ്റീവ് ചിന്ത കൊണ്ടുവരികയും ചെയ്തുവെങ്കിൽ മാത്രമേ അനുസരണ ഉള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കുള്ളൂ എന്നുള്ള വിവരം നമുക്കേവർക്കും അറിയാമെങ്കിൽ പോലും നമ്മൾ അത് പ്രാവർത്തികമാക്കാതെ, വീട്ടിൽ പ്രാർത്ഥനയില്ലാതെ, വീട്ടിൽ ഒരു നല്ല ഡിസിപ്ലിനോടുകൂടി ജീവിതമില്ലാതെ, മാതാപിതാക്കൾ ഒരു മാതൃകയായി ജീവിക്കാതെ, സോഷ്യൽ മീഡിയയിലൂടെ മാത്രം അതിൽ എൻഗേജ് ആയിക്കൊണ്ട് റീലുകൾ മാത്രം കണ്ടുകൊണ്ട് മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ അനുസരണയുള്ളവരായി, അനുസരണയുള്ള ഒരു തലമുറയെ
വാർത്തെടുക്കാൻ സാധിക്കാത്ത ഒരു ഒരു സാഹചര്യം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകും. അതിൽ നിന്നും വരാൻ പോകുന്നത് സോതോം ഗോമോറയ്ക്ക് ഉണ്ടായതിനേക്കഴിഞ്ഞും വലിയ കഷ്ടം ഇനി നമ്മൾ കാണുവാൻ പോകുന്നു. ഇപ്പോൾ എന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിയാലും ഡെയിലി പത്രം, അതായത് ദിനപത്രത്തിലേക്ക് നോക്കിയാലും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അവിടെ മാതാപിതാക്കളെ മക്കൾ കൊല്ലുന്നു, അമ്മയെ മകൻ കൊല്ലുന്നു, അമ്മയെയും അപ്പനെയും മകൻ വെട്ടിക്കൊല്ലുന്നു. വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടല്ല, വക്കീലാണ്. അങ്ങനെ ഓരോന്നും നമ്മൾ നോക്കുമ്പോൾ എത്രയോ വലിയ അതിക്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അത് നടക്കുന്നതിൻ്റെ കാരണം വീട്ടിൽ മക്കളെ വിഷമം എന്താണെന്നും പ്രയാസം എന്താണെന്നും രൂപയുടെ വില എന്താണെന്നും അത് ഉണ്ടാക്കുന്നതിന് കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണെന്നും കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുകയും വീട്ടിൽ ഒരു പ്രത്യേകം ഒരു ടൈം ടേബിൾ സ്കൂളിൽ മാത്രമല്ല വീട്ടിലും ഉണ്ടാക്കി അതിൻ പ്രകാരം അവരെ വളർത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് നല്ല ഒരു ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നല്ല ഒരു ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ അവർ ദൈവപൈതലായി മുമ്പോട്ട് ജീവിക്കണം. ദൈവപൈതലായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ മാതാപിതാക്കളെ മാതൃകയായിരിക്കണം. അവർ അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയാകുകയും ആണ് വേണ്ടത്. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഒരു മാതൃകയായി അവർക്ക് വടി ഉപയോഗിക്കേണ്ട സമയത്ത് വടി ഉപയോഗിച്ച് അവരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ചെറുപ്പത്തിലെ തന്നെ അവർക്ക് നല്ലതും മോശത്തിനെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഒരു അനുസരണയുള്ള തലമുറയെ വാർത്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഏവർക്കും ശ്രമിക്കാം എന്ന് മാത്രമേ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.